ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ഓൺ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ സായു. സോ ഞാൻ ഇപ്പോൾ ഉള്ളത് അമ്മേൻ്റെ ഷോപ്പിലാണ്. ഞാൻ ഇപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇങ്ങോട്ട് പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വയനാട്ടിൽ ആദ്യമായിട്ട് മീറ മാക്സ് മാമിൻ്റെ ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നുണ്ടെന്ന്. സോ ഞാൻ അങ്ങോട്ട് പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു, പക്ഷേ സമയപരിമിതികൾ കാരണം എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഇത് ഞാൻ അവിടെ ഇവിടെ എടുത്ത് വെച്ച വീഡിയോസാണ്. സോ ഞാനത് എന്തായാലും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ഞാൻ അമ്മയ്ക്ക് വേഗം റെഡിയായി. ഞങ്ങൾ നേരെ പോകുന്നത് വുഡ്ലാൻഡ് ഹോട്ടലിലേക്കാണ്. ഹോട്ടലിൽ വെച്ചിട്ടാണ് നമ്മുടെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ. ഇതാണ് നമ്മുടെ മോഡൽ. ബാക്കിലിരിക്കുന്ന ലെഫ്റ്റ് സൈഡിലുള്ള ആളാണ്, എൻ്റെ നേരെ ബാക്കിലുള്ള ആളാണ് കേട്ടോ മോഡൽ. ആൻഡ് ദാറ്റ്സ് സോന സുബ്രഹ്മണ്യൻ. അതിൻ്റെ അപ്പുറത്തുള്ളത് നയന. ഇത് രണ്ടും എൻ്റെ ഫ്രണ്ട്സാണ്. ആൻഡ് സോന അതിന് മുന്നേ എന്നോട് ഷൂട്ട് ചെയ്തിട്ടുള്ള കുട്ടിയാണ്, എൻ്റെ മോഡലായിട്ട് ഉണ്ടായിരുന്ന കുട്ടിയാണ്. സോ നമ്മളിതാ ക്ലാസ്സിൽ പോയി. ഞാനായിരുന്നു ക്ലാസ്സും കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇതാ ആങ്കറിങ് ചെയ്യണം. മാമിനെയും അതേപോലെ വന്നവരൊക്കെ ഞാൻ വെൽക്കം ചെയ്യായിരുന്നു. എനിക്ക് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ക്ലാസ്സിൽ നിന്ന് കിട്ടിയത്. കാരണം എനിക്ക് ക്ലാസ്സിൽ വളരെ കുറച്ച് ടൈമേ എനിക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. കാര്യം ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് എല്ലാ കാര്യങ്ങളും നോക്കണമായിരുന്നു. അപ്പം കോർഡിനേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ടാസ്ക് ആയിരുന്നു. പക്ഷേ എനിക്ക് മാമിൻ്റെ ക്ലാസ് അത്യാവശ്യം നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ഇതാണ് സോന. ഇതാണ് ഞാൻ ചൂസ് ചെയ്ത, ഞാനാണ് കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ നോക്കി മാമിന് സജസ്റ്റ് ചെയ്ത മീര മാമിന്. സോ മാമിന് ഇഷ്ടപ്പെട്ടു. സോ ഇതാണ് കോസ്റ്റ്യൂം വന്നിട്ട്. ആൻഡ് ആൾ റെഡി ആയിട്ട് നമ്മൾ എൻ്റെ ക്ലാസ്സിൻ്റെ അങ്ങോട്ട് കൊണ്ടുപോയിരുത്തിയതായിരുന്നു. നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു ലെഹങ്ക. സോ നമ്മളൊക്കെ ഹെൽപ്പ് ചെയ്തു. പിന്നെ ഞങ്ങൾക്ക് വിശന്നിട്ട് വയ്യായിരുന്നു. സോ ഞങ്ങൾ ചായ കുടിക്കാൻ പോയി. കാരണം എന്താ വെച്ചാൽ അവിടെ ചായയും കട്ട്ലേറ്റും ഉണ്ടായിരുന്നു. ചിക്കൻ കട്ട്ലേറ്റായിരുന്നു. ഞാൻ രാവിലെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. സോ എനിക്ക് ചിക്കൻ കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ പുറത്തു പോയി. സോ ഇവർ കട്ട്ലേറ്റും ചായയൊക്കെ കുടിച്ചായിരുന്നു. പിന്നെ ഞാൻ പോയി ചായയൊക്കെ കുടിച്ച് സെറ്റായി. പിന്നെ സോനേൻ്റെ അടുത്ത് വന്നപ്പോൾ ഇതാണ് രൂപം. ഓക്കെ, അങ്ങനെ ക്ലാസ്സൊക്കെ പിന്നെ കണ്ടിന്യൂസ്ലി നടന്നു പോകുന്നുണ്ടായിരുന്നു. ആ ഒരു കുറച്ച് ടൈമേ ഞാൻ ക്ലാസ്സിൽ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇത് ആരൊക്കെയോ എൻ്റെ ഫോണിലെടുത്ത വീഡിയോസാണ്. ആരാ എന്താണെന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ ഫോൺ ആരുടെയൊക്കെ കയ്യിലായിരുന്നു. സോ അവിടെ ഇവിടെയൊക്കെ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. സോ അതൊക്കെ വെച്ച് ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ആൻഡ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത പോലൊന്നും അല്ല കാര്യങ്ങൾ പോയത്. കാരണം ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കണമെന്നുണ്ടായിരുന്നു, അതേപോലെ വേറെ കുറേ കാര്യങ്ങൾ എടുക്കുന്നുണ്ടായിരുന്നു. ഒന്നും നടന്നില്ല. പിന്നെ ഞാനും മണിക്കൂട്ടിയൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. സോ നോൺ വെജ് ആയിട്ട് ചിക്കൻ ബിരിയാണി, വെജിറ്റേറിയൻകാർക്ക് വെജ് ബിരിയാണിക്കായിരുന്നു ഉണ്ടായിരുന്നത്. സോ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ഇടയിൽ കൂടെ കുട്ടുവിൻ്റെ കൈയൊക്കെ പൊള്ളി ബിരിയാണി അവിടെ കൊണ്ടുവയ്ക്കാൻ വന്നതാണ് കേട്ടോ ഗൈസ്, നിങ്ങൾ കണ്ടത്. പിന്നെ അതാ എല്ലാവരും ഫുഡ് കഴിച്ച് മേലെ ക്ലാസ്സിൽ പോയി. നമ്മളപ്പോഴാണ് ഫുഡ് കഴിക്കുന്നത്. വന്ന് നോക്കുമ്പം ഇതാണ് അവസ്ഥ. ഹെയർ സ്റ്റൈലൊക്കെ ചെയ്ത് സെറ്റായിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഹെയർ സ്റ്റൈലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മീര മാം. അടിപൊളിയായിട്ടുണ്ടായിരുന്നു. നല്ല സിമ്പിളായിട്ടുള്ളൊരു ഹെയർ സ്റ്റൈലും കാര്യമൊക്കെയായിരുന്നു. മീര മാമിനെ എനിക്ക് മുന്നേ അറിയാമെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ട് വേണ്ടിയിട്ടൊക്കെ ഉണ്ടെങ്കിലും ഈ ഒരു ക്ലാസ്സിൻ്റെ ടൈമിലാണ് നമ്മൾ കുറച്ച് അധികം സംസാരിച്ചത്. മാമിൻ്റെ ആണെങ്കിൽ ആറ്റിറ്റ്യൂഡാണെങ്കിൽ കാര്യമൊക്കെ അടിപൊളിയായിരുന്നു. നല്ല ഫ്രണ്ട്ലിയാണ് മാം. നമുക്ക് എന്ത് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിലും അത് ഒരു പ്രശ്നമില്ലാതെ ഒരു ഡൗട്ടും ഇല്ലാതെ ക്ലിയർ ചെയ്ത് തരും മാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മാമിൻ്റെ ക്ലാസ്. നല്ല അടിപൊളി റിവ്യൂസ് ആട്ടോ മാമിൻ്റെ ക്ലാസ്സിന് വന്നിട്ടില്ല ഇന്നത്തെ ക്ലാസ്സിന്. എനിക്കത് ഈ വീഡിയോൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്, പക്ഷേ കോപ്പിറൈറ്റ് ഇഷ്യൂ വരുമെന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ മാക്സിമം ആഡ് ചെയ്യാൻ ശ്രമിക്കാം. കാര്യം അതിൻ്റെ കൂടെ വേറെ കുറേ ഒച്ചകളുള്ളതുകൊണ്ട് എനിക്കറിയില്ല എന്താവുമെന്ന്. ഞാൻ മാക്സിമം ആഡ് ചെയ്യാൻ ശ്രമിക്കാം. അല്ലെങ്കിൽ ഞാൻ ഷോർട്സ് ആക്കിയിട്ട് വേറെ വീഡിയോ ഞാൻ ഷോർട്സ് ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യാം. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് മന്ത് ഇനി വയനാട്ടിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യണമെന്നുള്ളവർക്ക് നെക്സ്റ്റ് മന്ത് അല്ല, ഈ അടുത്ത് ഒരു ഡേ നമ്മൾ ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സോ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റയിൽ പോസ്റ്ററും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഇൻസ്റ്റ ഐ ഡി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം. എന്തായാലും കോൺടാക്ട് ചെയ്യും കേട്ടോ. നല്ല അടിപൊളി ക്ലാസ്സാണ്. റിവ്യൂ ഞാൻ മാക്സിമം ആഡ് ചെയ്യാൻ ശ്രമിക്കാം. കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്നതുകൊണ്ടുള്ളൊരു ഇതാണ് കാര്യം. അവിടെ നല്ല വോയിസ് ഉണ്ടായിരുന്നു. എല്ലാവരും സംസാരിക്കുന്ന വോയിസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മേ ബി കോപ്പിറൈറ്റ് ഇഷ്യൂ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ ക്ലാസ്സിൽ മെയിനായിട്ട് ഉദ്ദേശിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോ ബഡ്ജറ്റ് മുതൽ ഹൈ ബഡ്ജറ്റ് വരെയുള്ള പ്രൊഡക്റ്റ് വെച്ചിട്ട് എങ്ങനെ മേക്കപ്പ് ലോങ് ലാസ്റ്റ് ചെയ്ത് നിർത്താമെന്നുള്ളൊരു ടിപ്പ് ആൻഡ് ട്രിക്സ് ആയിരുന്നു നമ്മൾ ക്ലാസ്സിൽ മെയിനായിട്ട് ഉദ്ദേശിച്ച് കൊണ്ടുവന്നിരുന്നത്. അത് ക്ലാസ്സിൽ വന്ന എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. സോ ക്ലാസ്സിലുള്ള എല്ലാവരും 100% ഹാപ്പി ആയിട്ടാണ്
ക്ലാസ് കഴിഞ്ഞ് പോയിട്ടുള്ളത്. അപ്പോൾ നമുക്കൊക്കെ എന്താ പറയുക, മീര മാമിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ ആർക്കെങ്കിലും പഠിക്കണം എന്നുണ്ടെങ്കിൽ ഷുവറായിട്ട് നമ്മൾ എല്ലാവരും സജസ്റ്റ് ചെയ്യുന്ന ഒരു അക്കാദമിയാണ് മീര മാത്സ് അക്കാദമി. കാലിക്കറ്റ്, എറണാകുളത്തൊക്കെ ഉണ്ട്. ഇപ്പം മലപ്പുറം, മഞ്ചേരിയിലൊക്കെ റീസെൻ്റ്ലി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ എന്താ 100% ട്രസ്റ്റോടുകൂടി പറയുകയാണ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും പഠിക്കണം എന്നുണ്ടെങ്കിൽ ഷുവറായിട്ട് മീര മാമിൻ്റെ അടുത്ത് പോയിട്ട് പഠിക്കാം. ഒരു ഡൗട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. നമുക്ക് പോയി പഠിച്ചിറങ്ങുമ്പം എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നല്ല രീതിക്ക് തന്നെ അത് എന്താ പറയുക ക്ലിയർ ചെയ്ത് മാം തരും. ആൻഡ് ഇതാണ് നമ്മുടെ ബ്രൈഡിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല സ്കിന്ന് നല്ല ഗ്ലോ ആയിട്ടിരിക്കുന്നുണ്ടായിരുന്നു. ബ്ലഷും കാര്യങ്ങളും നല്ല ലോ ബഡ്ജറ്റ് മുതൽ ഹൈ ബഡ്ജറ്റ് വരെയുള്ള പ്രോഡക്റ്റ് എങ്ങനെ യൂസ് ചെയ്യണം, അതിൻ്റെ ടിപ്പ് ആൻഡ് ട്രിക്സും കാര്യങ്ങളൊക്കെ കിട്ടി. സോ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ഈ ക്ലാസ്സിൽ നമ്മളെല്ലാവരും ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. പിന്നെ നമ്മുടെ ക്ലാസ് കഴിയാനായിട്ടുണ്ടായിരുന്ന ടൈമിൽ നമ്മൾ നറുക്കെടുത്തിരുന്നു. അതിൽ 4 പേർക്കായിരുന്നു പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അത് ഫേഷ്യൽ കിറ്റ് നമ്മൾ പാർലറിൽ യൂസ് ചെയ്യാൻ പറ്റിയ പ്രോഡക്റ്റ് തന്നെയായിരുന്നു നമ്മൾ ഗിഫ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. സോ അതിലും എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ അപ്പു ചേച്ചിക്കും ലിൻഡു ചേച്ചിക്കും പിന്നെ അങ്ങനെ കുറച്ച് പേർക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ളൊരു പേര് എനിക്ക് അറിയത്തില്ല ഗൈസ്. സോ എല്ലാവരും നല്ല രീതിക്ക് ഹാപ്പിയിലായിരുന്നു. കാര്യം അത്യാവശ്യം നല്ല റേഞ്ചുള്ള ഫേഷ്യൽ കിറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർക്ക് കിട്ടി. സോ എല്ലാവരും ഹാപ്പിയായി. പിന്നെ നമ്മൾ വന്നിട്ട് സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഒന്നും എനിക്ക് ആഡ് ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് കുറച്ച് ഒരാളുടെ മറ്റും ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെ നമ്മളിതാ റിവ്യൂവും കാര്യങ്ങളും ഒക്കെ കൊടുത്തു. മീര മാമിൻ്റെ പേജും കാര്യങ്ങളിലൊക്കെ റിവ്യൂവും കാര്യങ്ങളൊക്കെ നമ്മൾ പേഴ്സണൽ ഒപ്പീനിയൻ എല്ലാവരും പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞ് ക്ലാസ്സൊക്കെ കഴിഞ്ഞു. നമ്മൾ എല്ലാവരും ഭയങ്കര ഹാപ്പിയായി. ആൻഡ് ഇതാ നമ്മൾ ഗ്ലാൻഡ് ഹോട്ടലിന് പോവാണ്. നമ്മൾ ഇറങ്ങി. എനിക്ക് കുറേ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, വളരെ കുറച്ച് വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ആൻഡ് നമ്മൾ ഇറങ്ങി ഒരു ചായയൊക്കെ കുടിച്ച് അമ്മേനെ പിക്ക് ചെയ്ത് നമ്മൾ വീട്ടിലേക്ക് പോയി. ആൻഡ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. ഇത് പിന്നെയും പറയുന്നത് അത്ര അടിപൊളി ക്ലാസ് ആയതുകൊണ്ടാട്ടോ. ആൻഡ് ഇത് ചായയൊക്കെ കുടിച്ച് ഞാൻ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്, പുതിയ വീഡിയോ ആയിട്ടും കാണാം.